Hey guys, ഇന്ന് നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊരു ഖത്തർ ട്രിപ്പ് പോവുകയാണ്. സോ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തതിന് മുന്നേ കൊച്ചി എയർപോർട്ടിലെ ലോഞ്ചിൽ കുറച്ച് നേരം ഫുഡ് കഴിക്കാനും ചില്ല് ചെയ്യാനും വേണ്ടി കയറിയതാണ്. ഫുഡ് അടി കഴിഞ്ഞ് ഫ്ലൈറ്റ് ലക്ഷ്യം വെച്ച് നടന്ന് പിന്നെ ഫ്ലൈറ്റിൽ കയറി ഒരു ബുക്ക് വായിക്കാൻ എടുത്തപ്പോഴാണ് അടുത്ത ഫുഡ് എത്തുന്നത്. എന്താണെന്ന് അറിയാനുള്ള കൗതുകത്തിൽ തുറന്നു നോക്കുമ്പോൾ ഒരു അവിഞ്ഞ സാൻഡ്വിച്ചും റൈസ് ക്രാക്കേഴ്സും ചോക്കോ കുക്കീസും പിന്നെ ഒരു മാംഗോ ജ്യൂസും എല്ലാം ഈ ഒരു കവറിൽ തന്നെയായിരുന്നു. ഫുഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ വിൻഡോ സീറ്റ് കിട്ടാത്ത വിഷമങ്ങളെല്ലാം മാറ്റിവെച്ചൊന്ന് ഉറങ്ങാമെന്ന് കരുതി സൈഡിലുണ്ടായിരുന്ന കുട്ടിയുടെ ലൈവ് പെർഫോമൻസ് കാരണം നന്നായി ഉറങ്ങാൻ സാധിച്ചു. അങ്ങനെ ഹമാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും എവിടേക്കെന്നറിയാതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ പേരും പിടിച്ചൊരു ബോർഡുമായിട്ടുള്ള ഒരു അപരിചിതനെ ഞാൻ കാണുന്നത്. ഇതെന്ത് മറിയുമായോ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നോക്കേണ്ട ഉണ്ണിയത് നിനക്കുള്ള വണ്ടി തന്നെയാണെന്നും പറഞ്ഞ് എൻ്റെ ട്രോളിയും എടുത്ത് ആൾ മുന്നോട്ട് നടന്നു നീങ്ങി. അങ്ങനെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് അറിയാനുള്ള ടെൻഷനിലും ആകാംക്ഷയിലിരിക്കുമ്പോഴാണ് പുള്ളി ഓരോ ഖത്തർ കഥകളുമായിട്ട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. Wrong information. Yeah, wrong information. Oh, so the stadium is still here. Very famous. തിരിച്ചു പോകേണ്ട ടിക്കറ്റ് എന്താണെന്ന് പോലും അറിയാത്ത ഞാൻ കൊണ്ടുവന്ന ഹോട്ടലിൻ്റെ പേര് കണ്ടപ്പോൾ ആകാംക്ഷ കൂടി. Shall I get down? ഇറങ്ങേണ്ട സ്ഥലം ഇത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തി വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഡ്രൈവറുടെ കൂടെ ഞാനും മുന്നോട്ട് നടന്നു നീങ്ങി. റൂമിൻ്റെ അകത്ത് കയറി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗമായ ബാത്റൂമിലേക്കാണ് ഞാൻ ആദ്യം പോയത്. ഫെസിലിറ്റി കണ്ട് ഇഷ്ടമായതിൻ്റെ സന്തോഷത്തിൽ റൂമിൻ്റെ അകം വൃത്തിയിൽ തന്നെ ഇരിക്കട്ടെ എന്നും കരുതി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സൂക്ക് വക്കിഫിൽ തന്നെ ആയതിനാൽ ഖത്തറിലുള്ള മെയിൻ ഹൈലൈറ്റ്സ് എല്ലാം തൊട്ടു മുന്നിൽ തന്നെയാണ്. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് എനിക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഡെസേർട്ട് ആവാമെന്ന് പറഞ്ഞ് സ്പോട്ടിൽ കൊണ്ടുപോയി എനിക്ക് കുനാഫ വാങ്ങിച്ചു. മെയിൻ കോഴ്സും ഡെസേർട്ടും തലതിരിഞ്ഞു പോയെങ്കിലും ഭക്ഷണം കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നവന്മാരുടെ പോയ വിശപ്പെല്ലാം തിരിച്ചു വന്നു. അങ്ങനെ ഫുഡ് കഴിഞ്ഞ് ഹോട്ടൽ റൂമിൽ വന്ന് ഞാൻ എൻ്റെ തൽക്കാണിക്കൂട്ടവുമായിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നു. പിറ്റേ ദിവസം നേരം വെളുത്ത് എണീറ്റ് ഫസ്റ്റ് തന്നെ പോയത് ഹോട്ടലിലെ ബഫറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ലക്ഷ്യം വെച്ചാണ്. അപ്പോഴാണ് സൈഡിലുണ്ടായിരുന്ന അറബിയുടെ ഔട്ട്ഫിറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതുപോലെ ഒരെണ്ണം ഇട്ട് ഞാനും ഇറങ്ങി ജുമക്ക് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ. അങ്ങനെ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ഡയറക്റ്റ് പോയത് കോസ്റ്റ്യൂംസ് ട്രൈ ചെയ്യാനാണ്. അതും കഴിഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും വന്ന ഫ്രീസ്റ്റലേഴ്സിൻ്റെ കൂടെ കോർണേഴ്സിലേക്ക് മെട്രോയിൽ കയറി ട്രെയിനിങ്ങിനായിട്ട് പോയി. ഇവിടുത്തെ ലൈറ്റ് ട്രെയിനിങ്ങിന് ശരിയാവില്ല എന്ന് മനസ്സിലായപ്പോൾ ലൈറ്റും ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങിയതിനിടയിൽ ഒരുപാട് കൊടികളുള്ള ഒരു സ്ഥലം കണ്ടു. അത് എക്സ്പോയിലേക്കുള്ള എൻട്രി ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ അകത്തേക്ക് കയറിയിട്ട് എന്താ ഉള്ളതെന്ന് നോക്കാമെന്നൊരു ആകാംക്ഷ. എക്സ്പോയിലെ കാഴ്ചകൾ കുറച്ചു നേരം കണ്ട് ട്രെയിനിങ്ങിലേക്ക് കടന്നു. ഇപ്പോൾ സ്കിൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബെൻ കെല്ലി എന്ന ഫ്രീസ്റ്റലറാണ്. അപ്പുറത്ത് അത്രയും വഴി ഉണ്ടായിട്ടും ഇതിൻ്റെ നടുവ് കൂടെ തന്നെ നടന്നു പോയ ആ ജുബ്ബ ഇട്ട ആൾക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. Go, I was I saw the recording. guy like in my peripheral vision, like walking into me. അടുത്തതായിട്ട് സ്കിൽസ് കൊണ്ട് നമ്മളെ അമ്പരിപ്പിക്കാൻ പോകുന്നത് മോ ജൂനിയർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖത്തർ ബേസ് ഫ്രീസ്റ്റലറാണ്. ബോൾ പോയ സ്ഥിതിക്ക് എല്ലാവരെയും ഒന്നുകൂടെ പരിചയപ്പെടാം. ഇതാണ് ബെൻ കെല്ലി ഫ്രം ഓസ്ട്രേലിയ. അടുത്തത് RD ഫ്രം ഇന്തോനേഷ്യ. പിന്നെ ഹർമാൻ ഓൾസോ ഫ്രം ഇന്തോനേഷ്യ. Hey. Wait. I asked for a reaction. അങ്ങനെ കുറച്ചു നേരം ട്രെയിൻ ചെയ്ത് നമ്മൾ പാക്ക് ചെയ്ത് എക്സ്പോയിൽ നമ്മുടെ ദിവസം അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം വീണ്ടും ഞാനും RDയും പിന്നെ ബെന്നും കുറച്ച് ടീം കോമ്പോസ് ട്രൈ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ഏറെ സമയം പരിശ്രമിച്ചിട്ടും വിജയം കണ്ടെത്താത്തത് കണ്ടപ്പോൾ ഞങ്ങൾ തളരാതെ ഇത് കിട്ടിയിട്ടേ ഇവിടുന്ന് പോകും എന്നുള്ള മൈൻഡിൽ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വൈകാതെ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം സ്മൂത്തായിട്ട് തന്നെ കിട്ടി. Man, this video turned out to be something else. Not as we planned. പിന്നീട് ഷൂട്ടിൻ്റെ സമയമായി എന്ന് പറഞ്ഞ് ക്രൂ എന്നെ റാഫൽസ് ഹോട്ടലിന് മുന്നിൽ കൊണ്ടുവന്നു. അവിടുത്തെ സീക്വൻസ് കഴിഞ്ഞപ്പോൾ പിന്നീട് ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലെത്തി ബാക്കി ഫ്രീസേഴ്സിന് കൂടെ ജോയിൻ ചെയ്തു. ക്യാമറമാൻ ക്യാമറ സെറ്റാക്കുന്ന സമയം മുതലെടുത്ത് ഞങ്ങൾ ആ നേരം പന്തും തട്ടിയിരുന്നു. Yo, let's go. Sup? Yeah. Wee. Yeah, bye. Yeah, bye. Arigato. കൂടെയുള്ളവന്മാരുടെ അടുക്ക് ഞാൻ ഇന്ത്യയിൽ കേരളത്തിൽ നിന്നുമാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മലയാളം അറിയാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കുറച്ച് ശുദ്ധ മലയാളം സംസാരിച്ചു. What do you have to say? Buddha made it. What about you? Purimane. Oh, you got anything? No. What about you? Purimane. Oh, nice. മലയാളം കേട്ട് ഞെട്ടി ക്ഷീണം മാറാൻ അടുത്തതായി നടന്നു നീങ്ങിയത് സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്കാണ്. ഇവിടെയും ക്യാമറമാൻ ക്യാമറ സെറ്റാകുന്ന സമയം ഉപയോഗപ്പെടുത്തി യോവും വായിലും ബാക്ക് ടു ബാക്ക് ഫ്ലിപ്പ് ക്യാച്ചുകൾ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു.
Motivation song. اتي بالهوى അത് കഴിഞ്ഞ് ഞാനും യോടെ കൂടെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടീം കോംബോ ട്രൈ ചെയ്തു. ഞങ്ങളുടെ റീൽ ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും യഥാർത്ഥ ഷൂട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന ബെന്നിനെ കൊണ്ട് പെട്ടിയും പിടിച്ച് അമേരിക്കൻ ടൂറിസ്റ്റിലെ ആഡ് പോലെയുള്ള ഒരു പോസ്റ്റിൽ എന്തോ ഒരു സംഭവം അവിടെ പിന്നിൽ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അപ്പോഴാണ് ഈ പൂച്ചൻ്റെ മേളിൽ തൂങ്ങി കണ്ണുകൊണ്ട് നോക്കി സൈക്കോളജിക്കൽ മൂവ് ഇറക്കി എന്നെ വീഴ്ത്തി. ലുക്കിൽ വീണ് ഞാൻ എൻ്റെ കബാബിൽ ഒരു കഷ്ണം എടുത്ത് പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തു. അടി കഴിഞ്ഞ് പിന്നെ എണീറ്റത് പിറ്റേന്ന് രാവിലെയാണ്. ഇന്ത്യൻ ജേഴ്സിയും കയ്യിൽ പിടിച്ച് നേരെ കയറി ചെന്നത് ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ്. നിന്റെ സമയമായാലും മോനെ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നോ എന്നും പറഞ്ഞ് മേക്കപ്പ് ഇടാൻ ഒരു പെണ്ണ് വന്നു. മേക്കപ്പ് കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ഷൂട്ട് തുടങ്ങാത്തതിൻ്റെ വേവലാതിയിൽ ഞാൻ കുറച്ച് നേരം ഓൺ ബോർഡ് എൻ്റർടൈൻമെൻറ്റ് ആകാമെന്ന് കരുതി ആംഗ്രി ബേർഡ്സ് എടുത്ത് കളിക്കാൻ തുടങ്ങി. വൈകാതെ ഒരു ഗ്ലാസ് വെള്ളവും ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസും പിന്നെ 4 ആളെ വലുപ്പമുള്ളൊരു ക്യാമറ എൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു. തുടങ്ങാറായി എന്നും പറഞ്ഞു. അത് കേട്ട് ചിരിച്ചു പോയ എൻ്റെ അടുത്ത് ആ ചിരി ഒന്നും കൂടെ ചിരിക്കൂ എന്ന് ചോദിച്ചു. 25 തവണ അതുപോലെ അവർ ചിരിപ്പിച്ചു. ഇത് മതിയോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ജ്യൂസ് കുടിച്ച് ഒന്നും കൂടി അതുപോലെ ചിരിച്ചു തരുമോ എന്ന് ചോദിച്ചു. വീണ്ടും ഒരു 15 തവണ വേറെ ചിരിപ്പിച്ചു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി നേരെ യോടെ കൂടെ അടുത്ത ഫുഡ് അടി പരിപാടി സ്റ്റാർട്ട് ചെയ്തു. കഴിച്ചു കഴിഞ്ഞ് പാത്രം ഒഴിവാക്കി ഇറങ്ങി അതേ ഫ്ലൈറ്റിൽ വീണ്ടും കയറി നേരെ നാട്ടിലേക്ക് വണ്ടി തിരിച്ചു. അതോടെ നമ്മുടെ ഖത്തർ ട്രിപ്പും അവസാനിപ്പിച്ചു. ബൈ.